ഹലോ ഗൈസ്, അപ്പോൾ ഞാനിങ്ങനെ പിന്നെയും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ 6ാമത്തെ എപ്പിസോഡായിട്ട്. സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ ചെറുതായിട്ടൊരു വീറ്റ് ഫാമും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് AFK നിന്ന് എന്നിട്ട് കുറച്ചൊക്കെ ഒന്ന് പൊട്ടിച്ച് എന്നിട്ട് പിന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പിന്നെയും തികഞ്ഞിട്ടില്ല. അത് എനിക്ക് തയ്ക്കണം ഗൈസ്, അത് ഉടനെ തന്നെ സംഭവിക്കും. ആൻഡ് ഇന്നത്തെ ലെറ്റ്സ് പ്ലേ തുടങ്ങുന്നതിന് മുൻപായിട്ട് ആളുകൾ ഇപ്പോൾ തന്നെ വീഡിയോ ഇറങ്ങിപ്പോവും. സോ ഇറങ്ങിപ്പോയത് ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കൂടി ഉപകാരമുള്ള കാര്യമാണ് ഗൈസ്. ഞാൻ ഇന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം പ്ലാൻ ചെയ്താണ് ഈ സംഭവം ചെയ്യണത്, വേറെ ഒന്നുമില്ല. കുറച്ച് പ്ലാങ്ക്സ് അടക്കി വെച്ചിട്ട് ഞാൻ ബോർഡ് വെക്കാൻ പോകും. എന്നിട്ട് ഓരോ ബോർഡിലും നിങ്ങളുടെ പേര്, അതായത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേര് എഴുതി വയ്ക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതാണ് പരിപാടി. സോ ഇത് വലിയതല്ല, എല്ലാവരും ചെയ്യണതാണ്. പക്ഷെ ഞാൻ പണ്ടൊട്ടേ വിചാരിക്കുന്ന കാര്യമാണ്, പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതുമാണ്. പക്ഷേ ഇന്ന് ഞാനത് ചെയ്യും. സോ ഇന്നത്തെ ലെറ്റ്സ് പ്ലേയിൽ ആരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ അവരുടെയൊക്കെ പേര് ഞാൻ എഴുതില്ല. അങ്ങനെ വേണ്ട, അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരുടെ എഴുതിക്കേണ്ടി വരും. ഞാൻ എഴുതി വയ്ക്കും, പക്ഷെ ചുമ്മാ കമൻറ്റ് ഇടുന്നവരുടെ അല്ല. ഞാൻ പറയാം എന്ത് കമൻറ്റ് നിങ്ങൾ ഇടേണ്ടതെന്ന്. ഒരു ലവ് ചിഹ്നം, ഒരു ചുമന്ന ലവ് ചിഹ്നത്തിൻ്റെ ഒരു ഇമോജി നിങ്ങൾ സ്പാം ചെയ്യണമെന്നല്ല, ജസ്റ്റ് എത്രയും എനിക്ക് ഇഷ്ടമുള്ളത് അത്രയും ഇമോജി ഇടുക കമൻറ്റിൽ. ഒരു ചുമന്ന ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ എഴുതിയിട്ടായിരിക്കും നമ്മൾ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ പോണത്. ആൻഡ് ഇങ്ങോട്ട് കയറി വരാനായിട്ട് നമുക്കൊരു, അല്ലെങ്കിൽ വേണ്ട, ഇത് നമുക്ക് സെറ്റ് ചെയ്യേണ്ട. ഇവിടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഗോൾ ഉണ്ട്, അത് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ അത്യാവശ്യം പ്ലെയിനാണ്. നമ്മുടെ ബേസ് എന്തായാലും അവിടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ബേസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുമ്പോൾ തന്നെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരുള്ളത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഞാനിത് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടാൻ തുടങ്ങിക്കോ, ലവ് ചിഹ്നം. അപ്പം ഞാൻ ഓരോ എപ്പിസോഡിൽ ഓരോരുത്തരുടെ പേര് വെച്ച് ഇവിടെ എഴുതുന്നതായിരിക്കും. സോ നിങ്ങളുടെ പേരിനകത്ത് വരും. സോ വന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് പറ്റിയതാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു ബോർഡിൽ പേര് ഉണ്ടെങ്കിൽ നിങ്ങൾ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണം. കോബിൾ സ്റ്റോൺ കറക്റ്റ് തികഞ്ഞത്, ഇതാണ് എൻ്റെ പവർ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഫസ്റ്റ് ഓരോന്ന് വെച്ച് തുടങ്ങാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. പക്ഷേ ഇവിടെ എല്ലാം ഇതുവരെ ബോർഡ് വെറുതെ ആക്കരുത് കേസ്. നിങ്ങൾ കമൻറ്റ് ചെയ്തോണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ പേര് എന്തായാലും അവിടെ എഴുതി വയ്ക്കും. ആൻഡ് നമുക്കിനി ഇത് തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം, ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഫുള്ള് കാണുന്നവരുണ്ടാവും. സോ അവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്താണ്ടിരിക്കാനാണ് ഞാനിത് ഫസ്റ്റ് തന്നെ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഗോളിനെ പറ്റി സംസാരിക്കാം. ഇന്ന് ഞാനൊരു ഷെൽട്ടർ ഉണ്ടാക്കാൻ പോവാണ്. ഒരു ബേസ് ഉണ്ടാക്കുന്നവരെ ഷെൽട്ടർ. എൻ്റെ ബേസ് എന്തായാലും ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു വുഡ് ഫാം ഞാൻ ഉണ്ടാക്കും, നല്ല സാപ്ലിങ്സ് കളക്ട് ചെയ്യും. അങ്ങനെ എന്നിട്ട് മാത്രമേ ഞാനൊരു ബേസ് ഉണ്ടാക്കുന്നുള്ളൂ. സോ അതുവരെ ഞാൻ ഈ ഒരു ഓപ്പൺ പ്ലേസിൽ തങ്ങാൻ എനിക്ക് പറ്റൂല ബേസ്. ഇടയ്ക്ക് ക്രീപ്പറൊക്കെ പൊട്ടിത്തെറിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. സോ അതുകൊണ്ട് ആ ഒരു സംഭവം വരാണ്ടിരിക്കാൻ ഞാനൊരു ഷെൽട്ടർ കെട്ടാൻ പോവാണ്. സോ ഞാൻ എൻ്റെ വെള്ളി കയറി ഇങ്ങനെ നോക്കും എവിടെ ഷെൽട്ടർ കിട്ടുന്നത്. അങ്ങനെ അവിടെ തപ്പി നോക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു സ്ഥലം കണ്ടത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ ഷെൽട്ടർ എന്ന് പറയുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് തങ്ങാനായിട്ടൊരു ഏർമാടൊക്കെ പോലെ. അതാണ് ഗൈസ്, ഒരു ഏർമാടൊക്കെ പോലെ നമ്മളിവിടെ ചെറുതായിട്ട് കുറച്ച് ഓക്കിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും. സോ വലിയ ലുക്കൊന്നും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ഞാനിവിടെ ഇത്രയും ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെന്താ ഈ കോൾഡ് ഓർ ഈ ഷേപ്പിൽ നിൽക്കുന്നത്? സംതിങ് വന്ന് മൊജാങ് തന്നെ എനിക്ക് പണിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സംഭവം. ഓക്കെ, ഞാൻ കോഡ് ഫുള്ള് റിമൂവ് ആക്കിയിട്ടുണ്ട്. അവിടെ എന്നാൽ ശരിയാവില്ല, ആളുകൾ തെറ്റിയിരിക്കും. സോ ഇവിടെ ആയിരിക്കും നമ്മുടെ ഒരു ചെറിയൊരു ഷെൽട്ടർ കെട്ടാൻ പോണത്. അപ്പോൾ അതിനായിട്ട് എനിക്ക് ഒരുപാട് ഓക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓക്ക് തന്നെ വേണം.
സോ ഞാനിനി വൈകിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ ഒരു സാപ്പൻ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ദാണ്ട വളർന്നിട്ടുണ്ട്. അന്ന് ഞാൻ കുറച്ച് ദൂരെയൊക്കെ പോയി കുറച്ച് ഓക്കലോഗ്സ് മൈൻഡ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ 2.5 സ്റ്റാക്ക് അല്ല 2.5യോ അങ്ങനെ ഞാനിവിടെ 1.5 സ്റ്റാക്ക് ഓക്കലോഗ് കാര്യങ്ങൾ മൈൻഡ് ചെയ്തിട്ടുണ്ട്. 1.5 സ്റ്റാക്കൊക്കെ മതി, ധാരാളം. ആൻഡ് ഞാനിത് എവിടെ നിന്ന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വില്ലേജ് അതിൻ്റെ ബാക്കിലായിട്ട് സൈഡിലായിട്ട് ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് എടുത്തോണ്ട് തന്നെ എൻ്റെ ആക്സിൻ്റെ പകുതി ഡ്യൂറബിലിറ്റി ഈ 2 സ്റ്റാക്ക് വുഡ് തീർത്തു. സോ മിക്കവാറും ജസ്റ്റ് ലൈൻ ടവറായിരിക്കും എടുക്കാമെന്നുള്ളൂ. ഇനി ഞാൻ ഈ സംഭവം ഒന്ന് ബിൽഡ് ചെയ്യണം. ആൻഡ് ഇത് വലിയ ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു ബിൽഡാണ്. എന്നാലും നിങ്ങൾ ബോറടിപ്പിക്കാതിരിക്കാൻ ഞാൻ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ഇതും കൂടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറിയൊരു മിനി ഷെൽട്ടർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതെങ്ങനെ ഷെൽട്ടറിൽ എനിക്ക് അറിയത്തില്ല, ജസ്റ്റ് ഒരു പെട്ടി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യണം, കുറച്ച് ഫർണസും കുറച്ച് ജസ്റ്റ് വയ്ക്കാൻ പറ്റിയതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതൊക്കെ അതിൻ്റെ ധാരാളം. ഇനി നമുക്ക് വുഡൊക്കെ കിട്ടുമ്പോൾ ഒരു ബേസ് ഉണ്ടാക്കാം ഗൈസ്, അത് മതി. നമ്മളിതെങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈനിലാണ് നമ്മൾ നോർമൽ മൈൻക്രാഫ്റ്റ്, ഈ നമ്മൾ പുതിയ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ബേസിലെ അതാണ് ഈ എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ അത് തന്നെ അങ്ങോട്ട് പണിഞ്ഞു വെച്ചു, പകർത്ത് വെച്ചു ഗൈസ്. അതാണ് കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ഇനി ഞാൻ ഇവിടെ പോയിട്ടെല്ലാം എൻ്റെ ഫർണസും പെട്ടിയും കിടക്കൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ വയ്ക്കട്ടെ. ഏറ്റവും വലിയ പാട് ഈ ചെസ്റ്റ് ഉണ്ടാക്കിയതാണ് ഗൈസ്, അതാണ് ഏറ്റവും വലിയ പാട്. ഇവിടെ ആയിട്ടായിരിക്കും നമ്മളിനി ഇതൊക്കെ വയ്ക്കാൻ പോണത്, ചെസ്റ്റൊക്കെ. സോ അതിനായിട്ട് ഞാൻ ഇപ്പോൾ തന്നെ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു ബാരലുണ്ടാകാം, അതൊരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു സിമെട്രിക് ലുക്ക് തോന്നിക്കാൻ. ഇതിന് എവിടെ വയ്ക്കുന്നതാണ് ഡൗട്ട്. ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, അവിടെ നമുക്ക് നമ്മുടെ എന്താ ചെയ്യുക, നമ്മുടെ മെമ്മറി ചെസ്റ്റിലുള്ളതല്ല അവിടെ കൊണ്ടുപോയി അത് നൈസല്ലേ. മെമ്മറി ചെസ്റ്റിലുള്ളത് ബാരലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ പിക്കാക്സും അതുപോലെ ഫസ്റ്റത്തെ സ്റ്റോണും അങ്ങനെ കുറച്ച് സംഭവമാണ് ഈ മെമ്മറി ചെസ്റ്റ്. അത് ഞാൻ ആ ചെസ്റ്റിലാണ് ചെയ്യുന്നത്. നമുക്ക് അതുകൊണ്ട് ഇനി ബാരലേ കൊണ്ടുപോയി. ഈ സന്ധ്യയുടെ പേരെന്തോന്ന്, ബാരലേ കൊണ്ടുപോയി. ഞാൻ 2 ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഇപ്പോൾ ആവശ്യമില്ലാത്ത ഐറ്റംസ് ഇങ്ങനെ അവിടെ കൊണ്ടുപോയാം. വീറ്റ് സീഡൊക്കെ കയ്യിലിരിക്കട്ടെ, അത് കൊണ്ടുപോയിട്ട് നമുക്കിനി അവിടെ നട്ട് വയ്ക്കാം. കിട്ടുന്ന വീറ്റ് സീഡൊക്കെ നമുക്ക് അവിടെ തന്നെ പെട്ടെന്ന് കൊണ്ടുപോയിക്കണേ, നമ്മൾ മറന്നു പോകും ഗൈസ് വയ്ക്കാൻ. ഓക്കെ, ഇനി ഇതൊക്കെ ഒന്ന് പറിച്ചിട്ട് പിന്നെ ഞാൻ നട്ട് വെച്ചോളാം ഗൈസ്. അതൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്തോളാം. സോ ഇന്നത്തെ എപ്പിസോഡ് ഗോൾ എന്തായാലും തീർക്കണം, അതുകൊണ്ടാണ് ഞാനിനി ആ ചെസ്റ്റ് വരെ പൊട്ടിച്ചിട്ട് അവിടെ കൊണ്ടുപോയിക്കട്ടെ. ഇതെല്ലാം പൊട്ടിക്കാമല്ലേ, പൊട്ടിക്കാം. ഓക്കെ, ഇനി പെട്ടെന്ന് തൊട്ട് നമ്മുടെ ചെസ്റ്റിൽ കൊണ്ടുപോയാം. ഈ 2 ചെസ്റ്റ് എടുത്തേക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അങ്ങനെയല്ല, ഇതിൽ വേറെ ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഇവിടെ അത് 2 കണക്ക്. ഇത് കൊള്ളാം. ഇത് സെറ്റല്ല ഗീസ്, ഇത് സെറ്റാണെന്നാണ്. ഇത് സെറ്റാവണം.
ഇത് മതി ഗൈസ്, ഇത് അത്യാവശ്യം കൊള്ളാം. പിന്നെ ഇതിങ്ങനെ ഓടി വരുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ മുട്ടുവാണ്. സോ ഇതിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല, പൊളിച്ചു പോകാൻ. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഷെൽട്ടർ മാത്രമാണ് ഗൈസ്, ജസ്റ്റ് ഓടി ഡോറൊന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്ന് കയറാനുള്ള ജസ്റ്റ് ഒരു ഷെൽട്ടർ, ഇത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒന്നും വെക്കണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കളിക്കാൻ പറ്റണം. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. നമുക്ക് അവിടെ സ്ലാബ് ചെയ്യാം, ചെസ്റ്റിൽ സ്ലാബ് ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ടിരിക്കില്ല, ഈ 2 പോരാ. സോ നമുക്ക് കുറച്ച് സ്ലാബ് ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനെ അതും നമ്മളിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു ഷെൽട്ടർ. ഇത് നിങ്ങൾ തൃപ്തിയാവാൻ ചാൻസ് ഇല്ല, ഒരു പെട്ടിയാണ് ഗൈസ്. ബട്ട് സീനില്ല, ഞാൻ ഓഫ് ക്യാമറ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കും. ഇവിടെ റഫായിട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യും. ആൻഡ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് വളരെ കുഞ്ഞ് എപ്പിസോഡായിരിക്കും, കാരണം ജസ്റ്റ് ഒരു കുഞ്ഞു ഒറ്റ ഗോള് അതായിരുന്നു ഇന്ന്. ജസ്റ്റ് ഒരു പെട്ടിക്കൂടം ഉണ്ടാക്കണമെന്ന്. എന്തായാലും ഇതുണ്ടാക്കിയതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം, ബെനിഫിറ്റ്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഗൈസ്, ഇത്ര സ്ഥലം ക്ലീനായിട്ടിരിക്കുക. നേരത്തെ ഞാൻ ഒരു ചവറും പെട്ടിക്കൂട്ടും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പോലെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ എല്ലാം പറിച്ചെടുത്ത് ഒരു സ്ഥലത്തോട്ട് ഒതുക്കി. ഇപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടിയ ഫീലാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വരിക, ഒന്ന് കിടക്കുക, അല്ലെങ്കിൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. ഇല്ല, ഡിസൈൻ നമ്മൾ നോക്കരുത് ഗൈസ്. ഡിസൈൻ നമ്മൾ നോക്കും, പക്ഷേ അതൊക്കെ ഒരു നല്ല ബ്ലോക്സ് ഒക്കെ ഉണ്ടായതിന് ശേഷം. അപ്പോൾ ഇനി ഞാൻ മെമ്മറി ചെസ്റ്റ് ഉള്ളത് അവിടെയൊക്കെ സെറ്റ് ചെയ്യും. അത് എന്തായാലും ഞാൻ ഓഫ് ക്യാമറയിൽ ഗ്രൈൻഡ് ചെയ്യണം. ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു എപ്പിസോഡ് വരെ. ബൈ ബൈ.